കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ പരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരിസയൻ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയും ഈ ചുങ്കക്കാരനെ പോലെയും അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ പരിസനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആവേ മരിയ. ഗുഡ് ഈവനിങ്. God bless you. I love you. Bid you. Thank you. Welcome. God bless you, my dear. God bless you all. God bless you all. ഇന്നത്തെ വായനകൾ പ്രത്യേകം നല്ല വായനകളാണ്. അങ്ങനെ പറഞ്ഞാൽ മറ്റേ ദിവസം വായനകൾ അങ്ങനെ ചീത്ത വായന അല്ല. ദൈവത്തിന്റെ വാക്ക് എല്ലാമേ നല്ല വാക്കാണ്. പ്രത്യേകം നല്ല സന്ദേശമാണ്. ഒരു മുദ്രാവാക്യമുണ്ട്: വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നു. വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നു. വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകും. വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നല്ല, പൂത്തുളയുന്നു. നല്ല വാക്കാണോ? പൂത്തുളയുന്നു. വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നു. പൂ പോലെ ഇങ്ങനെ വിരിയുന്നു. വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകും. 2 സ്റ്റേറ്റ്മെന്റ് ഈ മുദ്രാവാക്യത്തിൽ 2 ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നു. ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷം. പൂ ഇങ്ങനെ വിരിയുമ്പോൾ അത് കാണുമ്പോൾ, ഈ റോജാപ്പൂളം വിരിയുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അങ്ങനെ ഒരു സന്തോഷമാണ്. അപ്പൊ വിശ്വാസം വിനയത്തിൽ, വിനയം, അനുസരണം, ഇതെല്ലാം വിനയത്തിൽ പൂത്തുളയുന്നു. വിശ്വാസം അഹങ്കാരത്തിൽ, ഞാൻ വീണ്ടും പറയാൻ കാരണമുണ്ട്. വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷം വഴി 2 പേഴ്സണാലിറ്റി ഉണ്ട്. 2 സ്വഭാവമുള്ള 2 വ്യക്തിയുണ്ട്. ആദ്യത്തെ വ്യക്തി പരിസയൻ, അവൻ താഴെയുള്ളവൻ. വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. വിശ്വാസം വിനയത്തിൽ പൂത്തുളയുന്നു. അത് ചുങ്കക്കാരനാണ്. ഈ വായന വരുമ്പോൾ എനിക്കൊരു പാട്ടുമുണ്ട്, അത് അവസാനം പാടാം. ഇത് നല്ലൊരു വായന. 2 പേർ ഓമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരാൾ പരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരിസയൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ദൈവം. പക്ഷേ അവൻ അത് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുക. ആദ്യമായിട്ട് അവൻ പറയുന്നത് മറ്റാൾക്കാരെ കുറ്റം പറയരുത്. ആദ്യം നന്ദി പറഞ്ഞിട്ട് ചാടി പറയുക. പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഇതാ പോസ്റ്റിംഗ്, അഹങ്കാരം, ഗമ, വൈരാഗ്യം, ഇതുപോലെ വ്യക്തികൾ ഇങ്ങനെ പറയും. നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യർ പോലെയോ, ഈ ചുങ്കക്കാരൻ പോലെയോ, ആ ചുങ്കക്കാരൻ പോലെയോ
ആ പട്ടിയെ പോലെയോ ഈ പൂച്ചയെ പോലെയോ ഇങ്ങനെ നമ്മൾ വഴക്ക് പറയും. അവനെ പോലെയോ അവളെ പോലെയോ ഇവളെ പോലെയോ അല്ല, ഈ ചുങ്കക്കാരനെ പോലെ അല്ല, ഈ പിച്ചക്കാരനെ പോലെ അല്ല. ഞാൻ സൂപ്പറാണ്. തെറ്റ് പറയും. നല്ല ഭാര്യയെ കിട്ടിയിട്ടുണ്ട്, സന്തോഷത്തോടെ നന്ദി പറയണം ദൈവത്തിന്. നല്ല ഭർത്താവ് കിട്ടിയിട്ടുണ്ട്, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി ഏൽപ്പിക്കണം. നല്ല മക്കൾ കിട്ടിയിട്ടുണ്ട്, നല്ല മനസ്സോട് കൂടി നന്ദി ഏൽപ്പിക്കണം ദൈവത്തിന്. மொட்டை பாஸ் போல எல்லாத்திനും மொட்டை பாஸ் നിങ്ങൾ എല്ലാവരും മുടി പാസ്, നല്ല മുടി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും മുടി കൊഴിഞ്ഞ് ഇങ്ങനെ വീഴുന്ന അവസരത്തിൽ നിനക്ക് നല്ല വയസ്സായാലും മുടിവുണ്ട്, സന്തോഷമായിട്ട് ദൈവത്തിന് നന്ദി ഏൽപ്പിക്കണം. നല്ല കണ്ണ് മൂക്ക് ദൈവത്തിന്റെ ചായലിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ഈ അവയവങ്ങൾ സൂപ്പറാണ്. അവിടെ നൊണ്ടിയുണ്ട്, മുടവനുണ്ട്, കണ്ണ് കാണാത്തവനുണ്ട്, കുരുടനുണ്ട്, അന്ധനുണ്ട്. പക്ഷേ നിനക്ക് നല്ല കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, നല്ല അവയവങ്ങളുണ്ട്. നടന്നു വരാൻ ഒരു ഭാഗ്യമുണ്ട്, വണ്ടി ഓട്ടിക്കാൻ ഒരു ഭാഗ്യമുണ്ട്, കാർ ഓട്ടിക്കാൻ ഒരു ഭാഗ്യമുണ്ട്. ഈ വൈകിട്ട് സായങ്കാലം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ഒരു അനുഗ്രഹമുണ്ട്. അപ്പൊ നല്ലവണ്ണായ ക്രിസ്തു രാജാവുക്ക് നന്ദി അർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ എന്റെ ചുമതലയായിരിക്കണം. പക്ഷേ അത് വിട്ടിട്ട് ഈ പരിസയൻ പോലെ അവൻ അങ്ങനെയാ, ഇവ എങ്ങനെയാ, ഇവളെങ്ങനെയാ, അവൾ അങ്ങനെയാ, എന്റെ അലി എങ്ങനെയാ, എന്റെ നാത്ത് എങ്ങനെയാണ് എന്ന് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പരിസയൻ പറഞ്ഞിട്ട് പിന്നീട് അവൻ പറയുക, ഇങ്ങനെയുള്ള കുറ്റം പറഞ്ഞിട്ട് പിന്നീട് അവൻ പറയുക, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഒന്ന് ദൈവത്തിന്, ഒന്ന് സ്വത്തിന്. ആക്ച്വലി ഒരു പ്രാവശ്യം ഉപവസിച്ചാൽ മതി, സാബത്തിന്റെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി, അന്ന് ഉപവസിച്ചാൽ മതി. പക്ഷേ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. ഒന്ന് ദൈവത്തിന്, ഒന്ന് സ്വത്തിന്. കാറിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി. അങ്ങനെ ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഉപവസിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ കൃപ ഇങ്ങനെ ഇറങ്ങി വരും, ഒഴുകി വരും. ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. എത്രമാത്രം സമ്പാദിച്ചാലും ആ സമ്പാദ്യത്തിൽ ഞാൻ ദശാംശം കൊടുക്കുന്നു. കൂട്ടം നല്ലതാണ്, പക്ഷേ ഇത് പറയുന്ന ആവശ്യമില്ല. അടുത്തത്, എന്ത് ചെയ്താലും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അപ്പോ ഇതിൽ സ്വാർത്ഥത ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. ഇവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആദ്യം മറ്റാൾക്കാരെ കണ്ടിട്ട് തെറ്റു പറഞ്ഞ ശേഷം തന്നെ കുറിച്ചുള്ള ബൂസ്റ്റിംഗ്, ഇങ്ങനെ പൊങ്കച്ചം മലയാളത്തിൽ പൊങ്കച്ചം അടിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഓഫീസില്ല, അതുകൊണ്ട് മലയാളം പറഞ്ഞു കൊടുക്കാൻ പയ്യ മാത്രമേ ഉള്ളൂ. പൊങ്കച്ചം ബൂസ്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ല, പക്ഷെ താഴെ ഇവൻ സൂപ്പറാണ്, ചുങ്കക്കാരൻ. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ദൈവമേ എന്നിൽ കനിയണമേ, ഞാൻ പാപിയാണ്. ആദ്യമേ പറയുക സറണ്ടറി, സാഷ്ടാംഗമായിട്ട് വീഴുക. നമ്മൾ മുകളിൽ തെറ്റുള്ളെങ്കിൽ നമ്മുടെ ബോഡി പൊസിഷൻ അറിയാം, അവിടെ ഇങ്ങനെ നിൽക്കും. തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ക്ലാസ്സില് ടീച്ചർ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ നിൽക്കണം. ഉത്തരം അറിയാമെങ്കിൽ അടിക്കും, അമ്മ പിടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ ടീച്ചർക്ക് അറിയാം ഇവനക്ക് ഉത്തരം അറിയാം, അതുകൊണ്ട് അവൻ എന്നെ ചോദിക്കില്ല. ആരൊക്കെ ഈ തലയെ ചോദ്യം ചോദിക്കുമ്പോൾ തല ഇങ്ങനെ ഡൗൺ ആവുമോ, അപ്പൊ ടീച്ചർ രേവതി എനിക്ക് ഇടയിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഈസ്റ്റ് ആഫ്രിക്കൻ കാത്തലിക് യൂണിവേഴ്സിറ്റി ആഫ്രിക്ക, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരു ലേഡി, ഈ ലേഡീസ് എല്ലാം ഭയങ്കര കേട്ടോ. ആ ലേഡി എനിക്ക് പ്രൊഫസർ ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം കേറി വന്ന് ഫസ്റ്റ് സെക്കൻഡ് ബെല്ലാണ് ഗെറ്റപ്പ്. ആ ലേഡി വരുന്ന അടുത്ത സെക്കൻഡ് എന്റെ തല താഴോട്ട് പോകും. ഏന്നാ അവര് സംസാരിക്കുന്ന ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ സംസാരിക്കുന്ന തംഗ്ലീഷ് മംഗളം അവൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ എനിപ്പിച്ച് ചോദിക്കും, എത്ര വയസ്സായിട്ട് ആ യൂണിവേഴ്സിറ്റിയിലത്തെ ഇങ്ങനെ നിൽക്കും. ഉത്തരം ചിലപ്പോ പിരിപ്പരിച്ച് പോകും. അപ്പൊ ഗമയോട് നിൽക്കും, ചോദിക്കുക എന്തെന്ന് ചോദിക്കും, നമ്മൾ നിൽക്കും. ഇതാണ് നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ബോഡി. അതുപോലെ ഇതാ വിനയമുള്ള ആൾക്കാര് ഈ തഞ്ചാവൂരിൽ പോകുമ്പോ, വേളാങ്കണ്ണി പോകുമ്പോ ഈ നെല്ല് കതിർ
ടെൻഡറാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പെടച്ചു നിൽക്കും. അത് ഇങ്ങനെ വളഞ്ഞു കൊടുക്കില്ല. അത് മൂത്ത് നല്ല ഗോൾഡ് കളർ പോലെ അത് മൂത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അതാ വിനയം. ഈ നെല്ല് കതിർ പോലെ മൂത്ത് മെച്യൂരിറ്റി, നല്ല മനസ്സ്, മനോഭാവം, ஞானம், அறிவு, விவேகம் எல்லாம் ആ നെല്ല് കതിരിലെ ഓരോ നെന്മണിയും ഓരോരോ ക്യാരക്ടർ. അത്ര ക്യാരക്ടർ വിനയത്തോട്. എൻ്റെ അടുത്ത് അറിവുണ്ട്, വളഞ്ഞു നിൽക്കുക. എൻ്റെ അടുത്ത് ஞானമുണ്ട്, വളഞ്ഞു നിൽക്കുക. എൻ്റെ അടുത്ത് കരുതൽ, കാരുണ്യം, സ്നേഹം ഉണ്ട്. എല്ലാ നല്ല സുവിശേഷങ്ങളോട് ഈ നെൽക്കതിര് മൂത്ത് വിളഞ്ഞ് നിൽക്കുമ്പോൾ വിനയം. അങ്ങനെ വിനയത്തോട് നിൽക്കുന്ന ആ കതിർന്ന് നമ്മൾ അറുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെ അഹങ്കാരത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറുത്ത പതിരേ കിട്ടത്തുള്ളൂ, അരി കിട്ടില്ല. അത് അകത്ത് പാതും ഉണ്ടാവും. നമ്മളും തിന്നാൻ പറ്റില്ല, മാടും തിന്നാൻ പറ്റില്ല. മാടും നെല്ലിനകത്ത് പുള്ളി തിന്നും, അത്ര തിന്നും. അപ്പോ വിനയമുണ്ടെങ്കിൽ വിനയമുള്ള ഓരോരു വ്യക്തി വഴിയായിട്ട് ഒരുപാട് നന്മകൾ ഉണ്ടാവും. കുടുംബത്തിലും വ്യക്തിക്കും ആ വ്യക്തി വഴിയായിട്ട് കുടുംബത്തിലെ സമൂഹത്തിൽ വഴിയായിട്ട് ചർച്ചയിലും സഭയിലും സംസ്ഥാനത്തിലും രാജ്യത്തിലും ലോകത്തിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിനയമുണ്ടെങ്കിൽ ആ വിനയത്തിന്റെ വഴിയായിട്ട് ഒരുപാട് കൃപകളും അഭിഷേകം ഇറങ്ങി വരുന്ന അന്തരീക്ഷ നേരിട്ട് കണ്ടുമുട്ടാനുള്ള ആശീർവാദം ദൈവം ഉണ്ടാക്കി തരും. അപ്പോ ആദ്യത്തെ ഒരു വാക്ക് പറഞ്ഞാല് വിശ്വാസ വിനയത്തിൽ പുത്തുളയുന്നു. അതാ ഈ ചുങ്കക്കാരൻ. ഇവനക്ക് ഈ നെൽക്കതിര് പോലെ, മൂത്ത നെൽക്കതിര് പോലെ വിനയം ഉള്ളത് കൊണ്ട് ഇവൻ ദൈവമേ എന്നിരിക്കണ ഭാവിയാണ് ഇന്ന് കനിയനമേ എന്ന് പറയാനുള്ള യോഗ്യത അവനക്കുണ്ട്. എന്തുകൊണ്ട്? വിനയമുള്ളത് കൊണ്ട്. അപ്പൊ ഫസ്റ്റ് ആദ്യം പറഞ്ഞ ആ മുദ്രാവാക്യം വിശ്വാസം വിനയത്തിൽ പുത്തുളയുന്നു. ഇത് ഈ ചുങ്കക്കാരനുക്ക് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. രണ്ടാമത്തെ മുദ്രാവാക്യത്തിലെ പകുതി വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു. അവൻ എത്രമാത്രം ദശംസ കൊടുത്താലും, എത്രമാത്രം സഹായിച്ചാലും, ഫാൻ തന്നിട്ടുണ്ട്, ഡോർ തന്നിട്ടുണ്ട്, ജനൽ തന്നിട്ടുണ്ട്, സ്പീക്കർ തന്നിട്ടുണ്ട്, ഈ മാത സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ക്രിസ്തുരാജ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പെയിന്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ശേഷം ചുറ്റി നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനക്ക് ഈ ഫസ്റ്റ് മുദ്രാവാക്യം വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകും. അപ്പൊ അഹങ്കാരം ഉണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും. യാറാണ് നിങ്ങൾ എന്നാണ് ഇങ്ങനെതാണ്. കടപ്പുറത്തുള്ള ഒരു അമ്മയും അമ്മമായും ഒരു കുഞ്ഞിനും ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തിരമാല വന്ന് അടിച്ച് ഈ കുഞ്ഞിനകത്ത് കൊണ്ടുപോയി. ഈ അമ്മച്ചി കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരണമേ, ആ കടലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമേ. അടുത്ത് ഒരു വലിയ തിരമാല അടിച്ച് ആ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഭയങ്കര സന്തോഷം. നമ്മൾ നിലവിൽ കേട്ടുള്ള ദൈവം ഇങ്ങനെ ഓടി ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ എല്ലാം ശരിയാക്കിയിട്ട് ഇങ്ങനെ തൊട്ടി വിട്ടിട്ട് ഈ ഒരു ബട്ടൺ ഇങ്ങനെ ഊരി അങ്ങനെ അകത്ത് നോക്കുക. അകത്തുള്ള കഴുത്തിലുള്ള ഗോൾഡ് ചെയിൻ കാണാതെ പോയി. പോയതും അടുത്ത സെക്കൻഡ് ആദ്യം ഫസ്റ്റ് തിരമാല വരുമ്പോൾ ചെറുമകൻ അകത്ത് കയറിയപ്പോൾ ദൈവമേ എന്റെ ചെറുമകനെ നീ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച അമ്മമ്മ രണ്ടാമത് ഇവന്റെ ഷർട്ട് ഒരു ബട്ടൺ ഊരിയിട്ട് കഴുത്തിലുള്ള ഗോൾഡ് ചെയിൻ കാണാതെ പോയപ്പോ ദൈവമേ നിനക്ക് കണ്ണുണ്ടാ, ദൈവമേ നിനക്ക് കാതുണ്ടാ എന്ന് കുറ്റം പറയാൻ തുടങ്ങി. ഇതേപോലെതാണ് പരിസയ ആറ്റിറ്റ്യൂഡ്, പരിസയനിക്കുള്ള മനോഭാവം ഈ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും നന്മ വരുമ്പോ കൂവി വിളിക്കും, ദൈവമേ രാജാവേ നന്ദി രാജാവേ എന്ന് കൂവി വിളിക്കുന്ന നിങ്ങൾ ഒരു അപകടം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, പ്രശ്നം വരുമ്പോ നിനക്ക് കണ്ണുണ്ടാ, കാതുണ്ടാ, കയ്യുണ്ടാ, കാലുണ്ടാ എന്ന് ചോദിക്കുന്ന ഒരു പരിസൈക് ആറ്റിറ്റ്യൂഡ്, പരിസയനിക്കുള്ള സ്വഭാവം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുക. അപ്പൊ ചിന്തിക്കണം, നിങ്ങൾ ഞാനും ആ മുദ്രാവാക്യത്തിൽ സ്വന്തക്കാരനായ ഈ ചുങ്കക്കാരൻ വിശ്വാസ വിനയത്തിൽ പൂത്തുലങ്ങുന്നു. ഇത് ചുങ്കക്കാരനൊക്കെ ഉള്ളത്. അപ്പൊ ചുങ്കക്കാരനൊക്കെ ഉള്ള ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് നിനക്ക് സൂട്ടാക്കാൻ യോഗ്യത ഉള്ള മനുഷ്യനാണോ ഞാൻ? രണ്ടാമത് വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു. പരിസയനുடைய ആറ്റിറ്റ്യൂഡ്, പരിസയനുடைய സ്വഭാവമുള്ള മക്കളാണോ നിങ്ങളും ഞാൻ? ഈ അമ്മച്ചി
ഒരു സെക്കൻഡ് ചെറുമകന് വേണ്ടി പ്രാർത്ഥിച്ച് കൃപ കിട്ടി, അത്ഭുതം നടന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ഗോൾഡ് വരുമ്പോ, സ്വത്ത് വരുമ്പോ, പൈസ വരുമ്പോ, അഹങ്കാരം കൂടുമ്പോ വീണ്ടും ദൈവത്തെ തെറ്റു പറയാനും, ദൈവത്തെ കുറിച്ച് തെറ്റു പറയാനും, ദൈവത്തെ ചിത്ത പറയാനും ഉള്ള മനോഭാവം, പരിസൈക്ക് മനോഭാവം, ഈ പരിസയുടെ സ്വഭാവം നിറഞ്ഞ വ്യക്തിയുടെ അമ്മമാരുവാ. അവ ചിന്തിക്കണം ഏത് മനോഭാവം നിറഞ്ഞ വ്യക്തികളാണ് ഇത്. ഈ പാട്ട് ഈ പാസേജ് വരുമ്പോഴാണ് ഞാൻ ആൾറെഡി ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാസേജ് വരുമ്പോൾ എനിക്ക് ആ പാട്ട് വരുമ്പോൾ ഒത്തിരി ഇഷ്ടമുണ്ട്. சாமி கும்பிட போச்சு ரெண்டு அசமைங்க, ஒன்னு பெரிய சாமி ஒன்னு சின்ன சாமி. சாமி கும்பிட போச்சு ரெண்டு அசமைங்க, சாமி கும்பிட போச்சு ரெண்டு அசமைங்க, ஒன்னு பெரிய சாமி ஒன்னு சின்ன சாமி. சாமி கும்பிட போச்சு ரெண்டு அசமைங்க. பெரிய சாமி பேரு பரிசேயனாம், சின்ன சாமி பேரு ചുങ്കക്കാരനാം, നല്ല ചുങ്കക്കാരനാം. சாமி கும்பிட போச்சு ரெண்டு அசமைங்க, ஒன்னு பெரிய சாமி ஒன்னு சின்ன சாமி. சாமி கும்பிட போச்சு ரெண்டு அசமைங்க, ரெண்டு அசமைங்க. பெரிய சாமி பரிசேயன், சின்ன சாமி சுங்கக்காரன். நீங்களும் நானும் பெரிய சாமியை சேர்ந்த വ്യക്തികളാണോ? நீங்களும் நானும் சின்ன சாமியை சேர்ந்த വ്യക്തികളാണോ? சின்ன சாமியை சேர்ந்த വ്യക്തികളാണെങ്കിൽ நீங்கள் விசுவாசம் வினயத்தில் புத்துலங்குന്ന ആ മുദ്രാവാക്യത്തിക്ക് സ്വന്തക്കാരനായിട്ട് മാറുന്ന വ്യക്തിയായിട്ട് മാറും. ആ பெரிய சாமிக்கு உரிய சுபாவம் ഉണ്ടെങ്കിൽ നിങ്ങളും നാനും ആ വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങി പോകുന്ന ആ മക്കളായിട്ട് മാറും. ഇപ്പൊ ചിന്തിക്ക്, பெரிய சாமியானோ சின்ன சாமியானோ, பரிசையனானோ சொந்தக்காரனானோ? எனக்கு பரிசைய ஆட்டிடியூட் வேண்டாம், பரிசையனுடைய சுபாவம் வேண்டாம். எனக்கு நான் பாவியாയാലും எனக்கு ഈ ചുങ്കക്കാരനുடைய സ്വഭാവം കിട്ടണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളിൽ ശിരസിൽ വെച്ചുകൊണ്ട് ഭാര്യയെ ഓർക്കുക, ഭർത്താവ് ഓർക്കുക, മക്കളെ ഓർക്കുക, മരുമക്കളെ ഓർക്കുക, ചെറുമക്കളെ ഓർക്കുക, ഈ ദേവാലയത്തിൽ വന്നു പോകുന്ന എല്ലാ തീർത്ഥാടകരെയും ഓർക്കുക, ഈ ദിവ്യ മംഗളിൽ നിങ്ങളെ ഓർക്കുക, കുറിച്ചടി കടന്നു പോകുന്ന മക്കളെ ഓർക്കുക, പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക, യുവതികളെ യുവാക്കളെ ഓർക്കുക. പ്രത്യേകം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, കടബാധകൾ, ദർശനങ്ങൾ, കെട്ടുകൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ നിറഞ്ഞ കുടുംബങ്ങളെ ഓർക്കുക. പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ ആചാര്യങ്ങൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അംഗീകാരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ ആചാര്യങ്ങൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അംഗീകാരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ ആചാര്യങ്ങൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അംഗീകാരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ. വിശ്വാസം വിനയത്തിൽ പുത്തുലങ്ങുന്നു, വിശ്വാസം വിനയത്തിൽ പുത്തുലങ്ങുന്നു, വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു, വിശ്വാസം വിനയത്തിൽ പുത്തുളയുന്നു, വിശ്വാസം വിനയത്തിൽ പുത്തുളയുന്നു, വിശ്വാസം വിനയത്തിൽ പുത്തുളയുന്നു, വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു, വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു, വിശ്വാസം അഹങ്കാരത്തിൽ ഉണങ്ങിപ്പോകുന്നു. സങ്കീർത്തനം 47:1. God bless you, God bless you, God bless you, God bless you, medical, God bless you all. വത്തവളി ഈശോയെ, 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 ഈശോയെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ.